CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്കെതിരായുള്ള വ്യാജ വാർത്തയിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി. സൈബർ ഓപ്പറേഷൻസ് IG P പ്രകാശിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക. വാർത്തയിൽ തെറ്റ് തിരുത്തിയാലും മാപ്പില്ല എന്ന് PK ശ്രീമതി പ്രതികരിച്ചു. തലങ്ങും വിലങ്ങും അപ്പുറത്തുള്ളവർ ഇപ്പുറത്തും ഇപ്പുറത്തുള്ളവർ അപ്പുറത്തും എന്ന് പറഞ്ഞിട്ട് ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത് വേണ്ടിയല്ല. യഥാർത്ഥത്തിൽ നന്മ എന്താണെന്ന് മനസ്സിലാക്കാതെ തിന്മയിലേക്ക് പോകരുത് എന്നൊരു അഭിപ്രായം ഇതുമായിട്ട് എനിക്കുണ്ട്. ഇതിൽ മാപ്പ് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായ ഇതിൽ മാപ്പില്ല. ഞാൻ കേസിൽ മാപ്പ് പറഞ്ഞു. പക്ഷെ ഈ കേസിൽ ഞാൻ ഒരു തരത്തിലും നിയമപരമായിട്ട് പോകുന്ന കാര്യത്തിൽ ഇനി ഒരു സഹോദരിക്കും ഏത് പാർട്ടിയിലാവട്ടെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ തക്ക വിധത്തിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അർജുൻ കല്യാട് ചേരുകയാണ്. അർജുൻ, ചില സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത ഉണ്ടായത്. അത് മാപ്പ് കൊടുക്കാൻ പറ്റുന്നൊരു കുറ്റം പോലും ആയിരുന്നില്ല. ഭർത്താവിൻ്റെ പേരിൽ പെൻഷൻ വാങ്ങിക്കുകയായിരുന്നു കുറേ നാളുകളായി PK ശ്രീമതി. അതൊരു വ്യാജ വാർത്തയാണ്. ആരന്വേഷിച്ചാലും അത് ഒറ്റയടിക്ക് തെറ്റാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നൊരു വാർത്തയാണ്. ഇവർ വലിയ സത്യസന്ധമായ വാർത്ത എന്നുള്ള തരത്തിൽ ഈ സംഘപരിവാർ ഹാൻഡിലുകൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് PK ശ്രീമതി. MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അവർക്ക് പൊട്ടിക്കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്രമേൽ അവരെ ആ ഒരു വ്യാജ വാർത്ത ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശക്തമായി തന്നെ നടപടി സ്വീകരിക്കാൻ തന്നെയാണോ UDF സർക്കാരിൻ്റെ തീരുമാനം? ഷിഹാസെ, തീർച്ചയായിട്ടും ഇത് ഈ അതിക്രമം നേരിടേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇത്തരം ഒരു വ്യാജ വാർത്ത നേരിടേണ്ടി വരുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു അറിയപ്പെടാത്ത വ്യക്തിക്ക് നേരെയല്ല. അത്തരം അനേകായിരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള MP ആയിട്ടുള്ള MLA ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നേരെ, ഒരു പ്രധാനപ്പെട്ട കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവിന് നേരെയാണ് ഇത്തരം ഒരു പ്രചരണം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അങ്ങനെ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് അതിൽ മുഖം തിരിച്ച് നിൽക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരു വനിതാ നേതാവാണ്, അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും അതിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതും വ്യക്തികൾ നൽകിയ പരാതികളോട് ഒരു വേർതിരിവ് ഉണ്ടാവണം എന്ന അർത്ഥത്തിലല്ല. സ്വാഭാവികമായും ഇത് വലിയ രീതിയിൽ ചർച്ചയാവും. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് ആ അർത്ഥത്തിൽ ആ പരാതിയെ ഗൗനിച്ചേ മതിയാവുകയുള്ളൂ. എന്തായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് PK ശ്രീമതി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതി കണക്കിലെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈബർ ഓപ്പറേഷൻസ് IG P പ്രകാശിന്റെ നേതൃത്വത്തിൽ ഈ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ വാർത്ത വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PK ശ്രീമതി പറയുന്നത് ഈ വാർത്ത പ്രസിദ്ധീകരിച്ച് താൻ ഇത്തരത്തിലൊരു വികാരഭരിതമായി ഒരു പ്രതികരണം നടത്തി. അതിന് പിന്നാലെ തന്നെ ഈ വാർത്ത നൽകിയിട്ടുള്ള പല ആളുകളും തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൽ തുടർ നീക്കങ്ങൾ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഈ വിഷയത്തിൽ മാപ്പില്ല എന്നുള്ളതാണ് PK ശ്രീമതി വ്യക്തമാക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് കേസും പോലീസ് നടപടികളും എന്നതിനപ്പുറത്തേക്ക് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും മറ്റ് മാധ്യമങ്ങൾക്കെതിരെയും ഒക്കെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ PK ശ്രീമതി തീരുമാനിച്ചിട്ടുള്ളത്. വക്കീലിനെ നേരിൽ കണ്ട് ആ കാര്യങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PK ശ്രീമതി ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് എത്തിയ ഘട്ടത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരു ഐക്യദാർഢ്യ പരിപാടി ഉൾപ്പെടെ കണ്ണൂരിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ വ്യാജ പ്രചരണങ്ങൾ തീർത്തും ഒഴിവാക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് മാപ്പില്ല എന്ന് തീർത്ത് PK ശ്രീമതി വ്യക്തമാക്കുന്നുമുണ്ട്. ഷിയാസ്, അത് തന്നെയാണ് അർജുൻ. അപ്പോൾ മാപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്കെതിരെയും പുരുഷന്മാർക്കെതിരെയും ഒരു വ്യക്തിക്കെതിരെയും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ആരും പ്രചരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ PK ശ്രീമതി ശക്തമായ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകണം. പൊതുസമൂഹത്തിന്റെ, കേരളത്തിന്റെ ഒന്നാകെ പിന്തുണ ഉറപ്പായും PK ശ്രീമതിയോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം ഇനി ആർക്കെതിരെയും വ്യാജ വാർത്ത കൊടുക്കുന്ന തരത്തിൽ കൊടുക്കാതിരിക്കാനുള്ള അതിശക്തമായ ഇടപെടലാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും ഉണ്ടാവേണ്ടത്.